ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് സിറമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണെങ്കിൽ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. വെറും 4 ഇൻഗ്രീഡിയൻസും മതി കേട്ടോ. ഈ ഫേസ് സിറം ആണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേസ് സിറം ആണ് കേട്ടോ. ഈ ഫേസ് സിറം ഞാൻ നമ്മുടെ വെക്കേഷനിലൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി നല്ല ഡിഫറൻസ് വെക്കേഷൻ തുടങ്ങിയപ്പോഴും ഇപ്പോഴും തമ്മിൽ നല്ലപോലെ തോന്നുന്നുണ്ട്. അതായത് ഈ ഫേസ് സിറം യൂസ് ചെയ്യുന്നതിന് മുൻപും ഇപ്പോഴും. അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ബൗൾ എടുക്കണം കേട്ടോ. ബൗൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ക്രീമൊക്കെ യൂസ് ചെയ്തതിൻ്റെ ബാക്കി വന്ന പാത്രം അല്ലെങ്കിൽ അടപ്പുള്ള എന്തെങ്കിലും പാത്രം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പത്തിനൊരു എന്തെങ്കിലും ഒരു ബൗൾ കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എപ്പോഴും ഈ ബൗളിൽ തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ ഫേസ് സിറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പം 2 സ്പൂൺ അലോവേറ ജെൽ എടുക്കുക. എൻ്റെ അലോവേറ ജെൽ എടുക്കുന്ന സ്പൂൺ കുറച്ച് കുഞ്ഞിതായതുകൊണ്ട് ഞാൻ 3 സ്പൂണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അലോവേറ ജെൽ വാങ്ങുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ടുള്ള അലോവേറ ജെൽ വാങ്ങുക, കളറുള്ളത് വാങ്ങണ്ട കേട്ടോ. നിങ്ങൾ വീട്ടിലുള്ള അലോവേറയുടെ ജെല്ലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ക്ലിയർ ആയിട്ടുള്ള അലോവേറ ജെൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്ലിസറിൻ ആണ് കേട്ടോ. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ ഗ്ലിസറിനും അലോവേറ ജെല്ലും രണ്ടും ഒരേ അളവിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഡൾ സ്കിന്നൊക്കെ ഒന്ന് മാറ്റി നല്ല ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഞാൻ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫാർമസിയിലും തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടാവും കേട്ടോ. ഇനി എങ്ങാനും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടാവും ഒരു ബോട്ടിലിൽ നല്ല വൈറ്റ് കളറിൽ, ഗ്ലിസറിനൊക്കെ പോലെ തന്നെ. ആ ഓയിൽ വാങ്ങിയിട്ട് ഒരു 5-6 ഡ്രോപ്പ് എടുത്താൽ മതി കേട്ടോ ഇവിടെ 2 ക്യാപ്സ്യൂളിൻ്റെ സ്ഥാനത്ത്. ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡെയിലി പൊല്യൂഷനും ഡാമേജൊക്കെ നമ്മുടെ സ്കിന്നിന് വരുന്നതിനെ മാറ്റാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ 1 സ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ ടൈം ഞാൻ ഈ ഫേസ് സിറം ഉണ്ടാക്കിയപ്പം ഞാൻ റോസ് വാട്ടർ ഇല്ലാണ്ട് ആദ്യം 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അന്നേരം എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ടൈം ഞാൻ വെറുതെ ഒന്ന് റോസ് വാട്ടർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ലാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. മറ്റേതിന് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഒരു സ്മെല്ലുണ്ടായിരുന്നു, അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് കുഴപ്പമില്ല, പക്ഷേ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പം റോസ് വാട്ടർ ഒഴിച്ചതാണ് കേട്ടോ അടിപൊളി. അതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും റോസ് വാട്ടർ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഈ ഫേസ് സിറം ഉണ്ടാക്കാറ്. അങ്ങനെ നമ്മുടെ 4 ഇൻഗ്രീഡിയൻറ്റും കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീം കിട്ടും കേട്ടോ. എനിക്ക് ഈ സിറം പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കുറച്ചൊന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് അതങ്ങ് അബ്സോർബ് ആയി പോകും കേട്ടോ. പിന്നെ ഈ ഫേസ് സിറത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാനാണെങ്കിൽ നല്ല ബ്രൈറ്റൻ ആവും സ്കിന്ന്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആവാനും ഡാർക്ക് സ്പോട്ട്സും പിന്നെ കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പില്ലേ അതൊക്കെ മാറാനും ടാൻ പോവാനും പിന്നെ നമ്മുടെ സ്കിന്നിനൊന്ന് ഈവൻ ടോൺ ആക്കാൻ, അതായത് ഒന്ന് വൈറ്റൻ ആക്കി എല്ലായിടത്തും ഒരേ കളർ കൊണ്ടുവരാനും പിന്നെ വ്രിങ്കിൾസ് ഒക്കെ മാറാനും, വ്രിങ്കിൾസ് മാറുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനെയൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് സിറമാണ് കേട്ടോ ഇത്. ഫേസ് സിറം എന്ന പേരുള്ളതുകൊണ്ട് ഫേസിൽ മാത്രമല്ല നമുക്ക് കയ്യിലും കാലിലും ബോഡി ഫുള്ള് നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.